ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ സൗദിയും സഹായഹസ്തം നീട്ടിയെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രയേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകൾ സൗദി അറേബ്യ രഹസ്യമായി തടഞ്ഞിരുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിന് ഈടെയായിരുന്നു സൗദി ഇറാന്റെ ഡ്രോണുകൾ തടഞ്ഞിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാധ്യമ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പ്രസ് ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാഖിനും ജോർദാനും ഇടയിലുള്ള വ്യോമാതിർത്തി കടന്ന ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്താൻ സൗദി ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചതായും ഇസ്രയേൽ എത്തുന്നതിന് മുൻപ് തന്നെ അവയെ തടഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സൗദി അറേബ്യയുടെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡ്രോണുകൾ തടഞ്ഞതെന്നും അല്ലെങ്കിൽ അത് ഇസ്രയേലിനെതിരെ വരേണ്ടതായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. US സെൻട്രൽ കമാൻഡിന്റെ കീഴിൽ ജോർദാൻ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് സൗദി ഡ്രോണുകളെ തടഞ്ഞത്. ഈ ഏകോപനത്തെ നയിച്ചത് കമാൻഡർ ജനറൽ മൈക്ക് കുറില ആയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച അറബ് രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. എന്നാൽ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രയേലാണെന്ന് റിയാദ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഇറാനെതിരായ ശക്തികളുമായുള്ള സൗദിയുടെ സഹകരണം വളർന്നു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇറാനിൽ ആക്രമണങ്ങൾ നടത്താൻ സൗദി വ്യോമാതിർത്തി തുറക്കില്ലെന്ന് റിയാദിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇസ്രയേലുമായുള്ള യുദ്ധത്തെ തുടർന്ന് ജൂൺ 13 മുതൽ അടച്ചിട്ടിരിക്കുന്ന വ്യോമ അതിർത്തികൾ ഇറാൻ തുറന്നിരിക്കുകയാണ്. ടെഹ്റാനിലെ പ്രധാന വിമാനത്താവളങ്ങളായ മെഹ്റബാദ്, ഇമാം ഖൊമൈനി എന്നിവയുൾപ്പെടെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിച്ചെന്ന് ഇറാന്റെ ദേശീയ വാർത്താ ഏജൻസിയായ ഇർന അറിയിച്ചിട്ടുണ്ട്. രാവിലെ 5-നും വൈകിട്ട് 6-നും ഇടയിൽ മാത്രമാണ് സർവീസ് നടത്തുക. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ കേടുപറ്റിയ ഇസ്ഫഹാൻ, തബ്രീസ് വിമാനത്താവളങ്ങൾ തുറന്നിട്ടില്ലെന്നും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇവ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇർന അറിയിച്ചു. 12 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ജൂൺ 24-നാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. അതിനിടെ ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് US വ്യാഴാഴ്ച കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇറാഖി വ്യവസായി സലീം അഹമ്മദിനെയും അദ്ദേഹത്തിന്റെ UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എണ്ണ കമ്പനിയെയുമാണ് ഉപരോധിച്ചത്. ഇറാഖി എണ്ണ എന്ന പേരിൽ സലീമിന്റെ കമ്പനി ഇറാനിൽ നിന്ന് എണ്ണ കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്നാണ് USന്റെ ആരോപണം. അതേസമയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ പിൻവലിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിരീക്ഷക സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇറാനിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഇസ്രയേലുമായുള്ള സംഘർഷ സമയത്ത് പോലും ടെഹ്റാനിൽ തുടർന്ന ഉദ്യോഗസ്ഥരാണ് ഒടുവിൽ മടങ്ങിയിരിക്കുന്നത്. ആക്രമണത്തിനു ശേഷം ഇറാന്റെ ആണവ നിലയങ്ങളിലെ നാശനഷ്ടം സംബന്ധിച്ച് ഇതുവരെ പരിശോധനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ആക്രമണശേഷം ആണവ നിലയങ്ങളിൽ നിന്നുള്ള റേഡിയേഷൻ അളവ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഏജൻസി കൃത്യമായി നൽകിയിട്ടുമുണ്ട്. പരിശോധനകൾ തുടരാൻ ഇറാൻ സമ്മതിക്കണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റഫേൽ ഗ്രോസി അഭ്യർത്ഥിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ മടങ്ങാനുള്ള കാരണം ഏജൻസി വ്യക്തമാക്കിയിട്ടുമില്ല. യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളും കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഇനി പരിശോധനകൾക്ക് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അനുമതി വേണ്ടതായി വരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.